ഇപ്പോൾ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിനുവേണ്ടി മുഖ്യമന്ത്രി അവിടെ വേദിയിലേക്ക് എത്തുന്നു. ഊറ്റുകുഴിയിലാണ് ഓഫീസ് ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി അവിടെ എത്തിയിരിക്കുന്നത്. ഇത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ ചടങ്ങ് വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ചത് ഈ ചടങ്ങിന് വേണ്ടി തയ്യാറാക്കിയ ഗാനം ആണ്, സ്തുതിഗീതം ആണ്. ഇപ്പോൾ അവസാനം തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി അവിടെ ഉദ്ഘാടനം നടത്തും. സ്റ്റേഡിയത്തിലായിരിക്കും ഈ സ്തുതിഗാനം. അത് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ജില്ലാ സമ്മേളനത്തിൽ പാറശാലയിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കാരണഭൂതൻ തിരുവാതിര. അത് മുഖ്യമന്ത്രി കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ മുഖ്യമന്ത്രി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇനിയും വിമർശിക്കുന്നവർക്ക് മുഖ്യമന്ത്രി ഈ ഗാനം കേട്ടുകൊണ്ടിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസത്തെ ബ്രീഫിംഗിൽ പ്രശാന്ത് കൃഷ്ണ ചോദിച്ചിരുന്നു. കാരണം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ഗാനമെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ എല്ലാ നെഗറ്റീവാണല്ലോ വരുന്നത്, ഇടയ്ക്കൊക്കെ ഒരു സ്തുതിയുമാകാം എന്ന് പറയുമ്പോൾ അതിൽ അദ്ദേഹം സരസമായിട്ടാണ് പറഞ്ഞതെങ്കിലും അത് അദ്ദേഹം ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. അതെ തീർച്ചയായും. ഇന്നിപ്പോൾ അത് സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട നേതാവ് ഹണി പ്രതികരണം നടത്തിയപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി ഇതിപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഗാനം ആലപിക്കാൻ പോകുന്നത്. 100 സെക്രട്ടേറിയറ്റ് ജീവനക്കാരാണ് ഈ ഗാനം, ആ ചിട്ടപ്പെടുത്തിയ ഗാനത്തിനൊപ്പം ഇപ്പോൾ പാടുന്നത്, ആ ഗാനം ആലപിക്കുന്നത്. ചെങ്കൊടിക്കരത്തിലേക്ക് കേരളം നയിക്കുക, ചെമ്പടക്കി കാവല ചിങ്കനക്കടപ്പുര, ചെങ്കൊടിക്കരത്തിലേക്ക് കേരളം നയിക്കുക. ലസലാം 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 ലസലാം. വിപ്ലവത്തിൻ പാതയിൽ ജയിലറ താണ്ടിയും ശക്തമായ മർദ്ദനങ്ങളിൽ സാരഥി ചെമ്പഴക്ക് കാവല ചെങ്കടൽ കടപ്പുറ, ചെങ്കൊടിക്കരത്തിലേക്ക് കേരളം ജയിക്കുക. ആരെയും വാഴ്ത്തി പാടാം, വാഴ്ത്തി സ്തുതിക്കാം. കാരണം ക്ഷേമ പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തിയുള്ള ഒരു പാട്ടാണ്. പാട്ടെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. പക്ഷേ അത് അവിടെ പ്രശ്നം അല്ലെങ്കിൽ ഒരു സവിശേഷ സാഹചര്യം ഒരുക്കുന്നത് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ശൈലിയിലുള്ള. നമുക്ക് ആ പാട്ട് ഒന്നുകൂടി ഒന്ന് കേൾക്കാം. ഇപ്പോൾ നേരത്തെ തീരുമാനിച്ചിരുന്നത് പോലെ അല്ല എന്ന് തോന്നുന്നു. ഈ പാട്ട് കേട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഈ ഉദ്ഘാടന സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് വരികയാണ്. ഇവിടെ പാട്ട് നടക്കും, അവിടെ ഉദ്ഘാടനം നടക്കും എന്നുള്ളതായിരുന്നു തീരുമാനം എന്ന് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഈ പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ വേദിയിലേക്ക് വരികയാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രതിനിധികൾ
വികസനത്തെ പാതയിൽ കൈവിളക്കുമായി വഴികാട്ടി ആയിരങ്ങളെ കവർന്ന നായകൻ കടത്തിടാതെ ജീവനുള്ള നാളെ സുരക്ഷിതത്വമേ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ പ്രസിഡന്റ് അഡ്വൈ ചെയ്യും. പിന്നിലാണിപ്പോൾ ആലപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് അതിൻ്റെ അവസാന ഭാഗങ്ങൾ കേൾപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തീരുമാനിച്ചിരുന്നത് സ്റ്റേഡിയത്തിൽ പാട്ട് മുഖ്യമന്ത്രി ഊറ്റുകുഴിയിലെ ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ പാട്ട് പാടി അവസാനിപ്പിക്കുമെന്നായിരുന്നു. പക്ഷേ അതല്ല, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ആ സ്തുതിഗീതം പാടിയിരിക്കുന്നു, ആലപിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രതിനിധികൾ അവരാണ് ചിട്ടപ്പെടുത്തിയത്. ചിത്രസേനൻ എന്ന ആളാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ വരികളാണ് ഇപ്പോൾ പാടിയത്. ഈ ചടങ്ങുകളിലേക്ക് കിടക്കുമ്പോൾ മുഖ്യമന്ത്രി എന്ത് പറയുമെന്നടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. സദസ്സിലുള്ള പ്രിയ ചെമ്പടക്കി